ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒലീവിയേൻ്റെ കാര്യം പറയാൻ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താണ്, അവരുടെ വീഡിയോസ് ഇന്ന് കണ്ടപ്പോൾ 2-3 ദിവസമായിട്ട് അവരുടെ വീഡിയോസൊക്കെ ഓരോന്ന് എന്താ കാര്യം എന്നറിയാൻ കാണുന്നു. പക്ഷേ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. മെയിൻ കാരണം അവർ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, അങ്ങോട്ട് ദഹിക്കുന്നില്ല, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർ പറയുന്ന പോലെ നമുക്ക് എന്താ പറയുക, ആൾക്കാർ പറയുന്നതേ നമുക്കറിയുള്ളൂ. ഞാനവിടെ എനിക്കൊരു അവിടെ ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ മാനദണ്ഡമൊക്കെ വെച്ചിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടാനേ പോകുന്നില്ല. ഒന്നാമത് കളറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെളുത്തിട്ടല്ല, ഒരു ഇരുനിറാണ് ഞാൻ. അപ്പം എന്താ പറയുക, പിന്നെ അതേപോലെ തന്നെ അവരുടെ ഏജ് ലിമിറ്റ് അതെല്ലാം എനിക്കിപ്പോൾ ഒരു 37 ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഹൈറ്റും ഉള്ള ആൾക്കാർക്കേ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാനൊരു 5 അടി പോലും ഇല്ല. അപ്പോൾ എന്തായാലും ഒലീവിയയിൽ എനിക്ക് ജോലി കിട്ടില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെയൊക്കെ അലിഗേഷൻസ് വന്നപ്പോഴാണ് ഒലീവിയയിൽ നമ്മളെപ്പോലെ ഹൈറ്റ് ഇല്ലാത്തവർക്ക് ജോലി കിട്ടില്ല എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ഹൈറ്റ് ഇല്ലാത്തവർക്കും ജീവിക്കണ്ടേ, എന്നെപ്പോലുള്ളവർക്കും ജീവിക്കണ്ടേ. ഞാനിത് കുറേ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പലയിടത്തും ഇൻ്റർവ്യൂവിന് പോകുമ്പം നമ്മളെ ഒന്ന് മാറ്റി നിർക്കും, ഹൈറ്റ് ഇല്ലാത്ത കാരണം. നമ്മളെ എന്താ പറയുക, നമ്മളൊന്നും ഇങ്ങനെ മാറ്റി നിർത്തുന്ന പലയിടത്തും, ഇൻ്റർവ്യൂ മാത്രമല്ല പലയിടത്തും നമ്മളൊന്ന് മാറ്റി നിർത്തുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പം ഹൈറ്റ് ഇല്ലാത്തവർക്കും ജീവിക്കേണ്ടേ, അവർക്കും ആരെങ്കിലുമൊക്കെ ജോലി കൊടുത്താൽ അവരുടെ കുടുംബവും പോവില്ലേ അല്ലേ, അവരുടെ കുടുംബം നന്നായിട്ട് പോവില്ലേ. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒലിവിയയുടെ ഓൺലൈൻ ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് പറയാൻ മറക്കരുത്. വീഡിയോ എന്താണ്, ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് പറയാം കേട്ടോ. പിന്നെ ഇവർ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരു വലിയ ചെമ്പ് നിറയെ ചക്കയല്ല, ഒരു വലിയ ചെമ്പ് നിറയെ കപ്പയും പിന്നെ ചിക്കൻ കറിയൊക്കെ. അപ്പം ഇത് അവരിരുന്ന് കഴിക്കുന്നതാണ്. ഈ കപ്പയും ഈ ചിക്കൻ കറിയൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഇട്ടുള്ളതായിരിക്കുമല്ലോ. അല്ലാതെ ഇവർക്ക് ഫ്രീ ആയിട്ട് അച്ചു എന്ന ഓണർ അവരോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്തതായിരിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് അച്ചു ഒന്ന് കമൻറ്റ് ചെയ്യണത്, എൻ്റെ സ്വന്തം പൈസ എടുത്തിട്ട് ഞാൻ അവർക്ക് കൊടുത്തതാണ്, അവരോടുള്ള സ്നേഹം ഞാൻ കാണിച്ചതാണെന്നൊന്ന് പറയണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഇവരുടെ കയ്യിൽ നിന്ന് ഫുഡിന് പൈസ എടുത്തിട്ട് അതെല്ലാവരും എല്ലാ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നും ആ ഫുഡിനുള്ള പൈസ പിരിച്ചിട്ട് അത് അവർ ഒരുമിച്ചിരുന്ന് ഒരു വലിയ ഇലയിലിരുന്ന് വട്ടം തിരിഞ്ഞിരുന്ന് തമാശകളൊക്കെ പറഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇത് എന്താ പറയുക, അവർക്ക് ഷൂട്ട് ചെയ്യാൻ അവരുടെ എന്തിട്ടാണ് ഓൺലൈൻ ബിസിനസ് വീഡിയോ ഇടാൻ വേണ്ടി എങ്ങാനും ഷൂട്ട് ചെയ്തതായിരിക്കാം. അപ്പോൾ ഷൂട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ അവരതിൽ നന്നായി എല്ലാ പിള്ളേരും നന്നായി ആക്ട് ചെയ്തിട്ടായിരിക്കും അതിൽ അഭിനയിച്ചിട്ടുണ്ടാവുക. അല്ലാതെ ഒറിജിനലായിട്ടുള്ള അവരുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെ CCTV എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. CCTV ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യാം. എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക, CCTV ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ നടക്കണേന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആ സ്ഥാപനത്തിൽ CCTV എന്ന് പറയുന്ന സാധനമേ ഇല്ല. പിന്നെ ഇത് അച്ചു ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അവിടെയുള്ള സ്റ്റാഫിന് ഇങ്ങനത്തെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനില്ല. അപ്പോൾ ഇത് അവരുടെ യൂസിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസാണ്. എപ്പോഴെങ്കിലും അവർക്ക് ആവശ്യം വരും എന്ന് വെച്ചിട്ട് അവരെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കാം. എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ എന്തായാലും ആ കമൻസ് ബോക്സ് ഒന്ന് ഓണാക്കിയിടുക. കമൻസ് ബോക്സ് ഓണാക്കിയിട്ടാലേ ബാക്കിയുള്ളവർക്കും പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അല്ലാതെ നിങ്ങൾ മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ കുറേ വീഡിയോ നിങ്ങൾ പലപ്പോഴായി എടുത്തു വെച്ച നിങ്ങളുടെ ഓഫീസ് ആവശ്യത്തിനായിട്ട് നിങ്ങളുടെ പ്രൊമോഷൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു വെച്ച ഓരോ വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, ആ ഇൻ്റർവ്യൂ അൽത്താഫിൻ്റെ ഇൻ്റർവ്യൂവും പിന്നെ വേറൊരു കണക്റ്റിംഗ് മീഡിയയോ അങ്ങനെ ഏതൊരു ന്യൂസ് ചാനൽ, ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇൻ്റർവ്യൂവും കൂടെ കണ്ടു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഭാഗത്ത് കുറേ തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലാവുന്നതാണ്. അത് ഇങ്ങനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട. തെറ്റുകൾ ആർക്കും പറ്റാം. ഇനി അത് പറ്റാതെ സ്റ്റാഫിനെ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തിട്ട്
എന്താ പറയുക, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് എന്തായാലും ആ സ്റ്റാഫിന് കൊടുക്കണം. അത് കൊടുത്ത് അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവും വരില്ല. ഇതിപ്പോൾ അവരെ എന്താ പറയുക, ഇന്നൊരു വീഡിയോയിൽ ഒരു കുട്ടി പറയുന്നത് കണ്ടു, തൃശ്ശൂരിൽ നിന്നെങ്ങാണ്ട് വന്ന ഒരു കൊച്ച് ഇൻ്റർവ്യൂവിന് ചെയ്തപ്പം പെൺകുട്ടികൾക്ക് കൊടുത്ത ഒരു ഔദാര്യമാണ് ഈ ജോലി എന്ന് പറഞ്ഞു എന്ന്. അപ്പം അങ്ങനെയൊന്നും പറയാതെ ആ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ആ സ്റ്റാഫ് ഉണ്ടായിട്ടാണല്ലോ നിങ്ങളുടെ സാധനങ്ങളെല്ലാം വിറ്റഴിഞ്ഞ് പോയത്. അവരുടെ ഒരു എഫേർട്ട് അതിലുണ്ട് തീർച്ചയായിട്ടും. നിങ്ങളുടെ ഔദാര്യത്തിന് അവർക്കൊരു ജോലി കൊടുത്തു, ഓക്കെ, നിങ്ങളുടെ ഔദാര്യത്തിന് തന്നെ അവർക്കൊരു ജോലി കൊടുത്തു. പക്ഷേ അവർ അതിലൊരു എഫേർട്ട് ഇട്ടിട്ടാണല്ലോ ആ ഒരു സാധനങ്ങൾ, നിങ്ങളുടെ മെറ്റീരിയൽസ് പോകുന്നത്, ചിലവായി പോകുന്നത്, വിറ്റഴിഞ്ഞ് പോകുന്നത്. അപ്പം അത് എന്താ പറയുക, അത് ആ എഫേർട്ടിനെ കാണാതെ എന്താ പറയുക, നിങ്ങൾ വലിയ ആളാണെന്നുള്ള ഭാവത്തിലുള്ള ആ ഒരു സംസാരം, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ എല്ലാവർക്കും പറ്റാം, അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു എനിക്ക് പറയാനുള്ളത്. ഒരു പ്രേക്ഷക അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നുള്ള ഒരാൾ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കമൻസ് ബോക്സ് ദയവായിട്ടൊന്ന് ഓപ്പൺ ആക്കിയിടാം. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എന്താണ്, ഇത് കണ്ടപ്പോൾ ഈ കമൻസ് ബോക്സ് ഓഫാക്കിയിട്ടിട്ട് ഇവരിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കത് ജെനുവനായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ.